ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് അഭിമാനകരമാവുന്ന കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ തുടക്കമാണ്. മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും LDFൻ്റെയും പിന്തുണയുണ്ട്. അതോടൊപ്പം ജനങ്ങളുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ, തൊഴിലാളികളുടെ പിന്തുണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പൊതുഗതാഗത രംഗത്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അങ്ങനെ ഗതാഗത വകുപ്പാണെന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റേതെങ്കിലും വകുപ്പുകൾ ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ ഗതാഗത വകുപ്പാണ്. നമുക്ക് ആൻ്റണി രാജു അദ്ദേഹം വഹിച്ചിരുന്ന വകുപ്പാണ്. അന്നത്തെ അവസ്ഥയല്ല, വളരെ മോശം അവസ്ഥയാണ്. പക്ഷേ അത് നന്നാക്കി എടുക്കാൻ ഒരു പരിധി വരെ നന്നാക്കാൻ പറ്റും. ഒരു അച്ചടക്കം ഉണ്ടാക്കാൻ പറ്റും. എല്ലാവിധ ക്രമക്കേടുകളും എൻ്റെ ലക്ഷ്യം തന്നെ കറപ്ഷൻ ഇല്ലാതാക്കുക, എല്ലാവിധ ചോർച്ചകളും അടയ്ക്കുക, വരവ് വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ ചെലവിൽ ഗംഭീരമായ നിയന്ത്രണം. ഒരു പൈസ KSRTCയുടെ പൈസ ഒരു പൈസ ചോർന്നു പോകാതെ ഉള്ളൊരു നടപടിയായിരിക്കും. പിന്നെ നമുക്ക് ഈ ഗവൺമെൻറ്റിന് വരുമാനം കിട്ടുന്ന മാർഗ്ഗങ്ങൾ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന പൈസ മാത്രമേ, ശരിക്കും പറഞ്ഞാൽ ബിവറേജ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, ലോട്ടറി, ഇത് മാത്രമേ നമ്മുടെ ഖജനാവിലേക്ക് നമ്മുടെ ധനകാര്യ ആവശ്യങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ് പരിപൂർണമായും അവഗണിക്കുകയും നമ്മളെ കടം വാങ്ങാനുള്ള നമ്മുടെ അവകാശത്തിൽ കൈവയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ കേന്ദ്രത്തിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നമ്മൾക്ക് എങ്ങനെയൊക്കെ വരുമാനം വർദ്ധിപ്പിക്കാം, ജനങ്ങളെ പിഴിയാതെ എന്നതിനെക്കുറിച്ച് ചില ആശയങ്ങളുണ്ട്. കാരണം ഖജനാവിൽ കുറച്ച് പൈസ വർദ്ധിക്കാനുള്ള ചില ആശയങ്ങൾ. മന്ത്രിയായിരുന്ന സമയത്ത് വാങ്ങിയ വാഹനങ്ങളാണ് കൂടുതലായി ഇപ്പം നിരത്തിലുള്ളത്. ഇപ്പോൾ വലിയ മാറ്റം സ്വാഭാവികമായും എത്തേണ്ട സമയം കൂടിയായിട്ടില്ല. നമ്മൾ KSRTC ഞാൻ മനസ്സിലാക്കിയിടത്തോളം KSRTCയുടെ വരുമാനത്തിൻ്റെ ചെലവിൻ്റെ നേരെ പകുതി ഡീസലിനാണ് പോകുന്നത്. അപ്പോൾ ഡീസൽ 3 കിലോമീറ്ററാണ് മൈലേജ്. ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഈ 3 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടികളെക്കാൾ ചെറിയ ബസ്സുകൾ വാങ്ങും ഗ്രാമീണ മേഖലകളിലേക്ക്. പഴയ ചെറിയ ബസ് എന്ന് പറഞ്ഞാൽ ആ ബസ്സിന് 7 കിലോമീറ്റർ 8 കിലോമീറ്റർ മൈലേജ്. ഇപ്പോൾ പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും അത്തരം ചെറിയ ബസ്സുകൾ, നമ്മൾ സ്കൂൾ ബസ്സിനൊക്കെ ഉപയോഗിക്കുന്ന പോലുള്ള ചെറിയ ബസ്സുകൾ, ആ ബസ്സുകൾക്ക് 10 കിലോമീറ്റർ വരെ മൈലേജ്. അപ്പോൾ 3-ൽ നിന്ന് അത് 10-ലേക്ക് മാറുമ്പോൾ തന്നെ നമുക്ക് ഗുണം കിട്ടും. പിന്നെ മാത്രമല്ല ഗ്രാമീണ മേഖലകളിൽ വണ്ടി, എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം കേരളത്തിൻ്റെ എല്ലാ ഗ്രാമീണ മേഖലകളിലും KSRTC ബസ്സെന്നല്ല, സ്വകാര്യ ബസ്സായാലും ഓടിക്കുന്ന ഒരു പുതിയ പദ്ധതി അത് കൊണ്ടുവരും. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കും. അദ്ദേഹം അംഗീകരിച്ചാൽ അത് ഇന്ത്യയിലെ തന്നെ ഒരു ചരിത്രമാക്കി നമ്മൾ മാറ്റും. ഈ KSRTC രക്ഷപ്പെടുത്താൻ ആശയങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ പലപ്പോഴും ഈ തൊഴിലാളികളുടെ ഒരു പ്രശ്നങ്ങളൊക്കെ അല്ല, തൊഴിലാളികൾ പറയുന്നതിലും കാര്യമുണ്ട്. ഇതിനകത്ത് ഒരുപാട് ചോർച്ചയുണ്ട്. നമ്മളെ ചോർച്ച അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മൾ കൂടെ നിൽക്കും. തൊഴിലാളി ശമ്പളം കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് ശരിയാണ്. പക്ഷേ പ്രധാനമായും ഈ ചോർച്ച അടയ്ക്കുന്നതോടെ നമ്മുടെ നീക്കിയിരിപ്പിൻ്റെ അളവ് വർദ്ധിക്കും. കണക്കുകൂട്ടലിലൊക്കെ ഒരുപാട് തെറ്റുകളുണ്ടെന്നാണ് ഞാൻ പ്രാഥമികമായി മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. എനിക്കറിയില്ല, ഞാൻ ഉള്ളിലോട്ട് കടന്നാൽ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ കൃത്യമായി പറയാം. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു തുറന്ന പുസ്തകമായി കാണണം ഇതിനെ. കാരണം KSRTC ജനങ്ങളായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ മുഖമാണ്. കാരണം ജനങ്ങളായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രധാന വകുപ്പുകൾ KSRTC, സിവിൽ സപ്ലൈസ്, ആരോഗ്യം, വിദ്യാഭ്യാസം, ഇവയാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ആ അടുത്ത് നിൽക്കുന്ന വകുപ്പുകളുടെ നടപടിക്രമങ്ങൾ സുതാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇതിനകത്തുള്ള എല്ലാ ക്രമക്കേടുകളെയും കണ്ടെത്തി റെക്ടിഫൈ ചെയ്യുക, കണക്ക് വളരെ കൃത്യമാക്കുക, അതിസൂക്ഷ്മമായ നിലയിൽ കണക്ക്, നിസ്സാര പൈസകൾ പോലും സൂക്ഷിക്കുന്ന തരത്തിലുള്ള മാറാൻ കഴിഞ്ഞാൽ അതെല്ലാം ഒരു സോഫ്റ്റ്വെയറിലൂടെ മാറാൻ പറ്റും. മനുഷ്യനെ കൊണ്ട് ഇതെല്ലാം കറക്റ്റ് ചെയ്യിക്കുക അസാധ്യമാണ്. പക്ഷേ കണക്കുകളിൽ ഓരോ ദിവസവും കൃത്യമായ കണക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ ജീവനക്കാരെ സംബന്ധിച്ച് അവർക്കൊരു സംതൃപ്തി ഉണ്ടാകും. കാരണം അവർ കഷ്ടപ്പെട്ടുണ്ടായിക്കൊണ്ടിരുന്ന പണം ഒരു തരത്തിലും ദൂർത്തടിക്കപ്പെടുന്നില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ സഹകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ട് ഒരു 90% ആത്മാർത്ഥതയുള്ളവരും 10% കുഴപ്പമുള്ളവരും. നമ്മൾ ഈ ഒരു ശുദ്ധജലത്തിൽ ഒരു ശകലം അഴുക്ക് വെള്ളം കോരി ഒഴിച്ചാൽ മതിയല്ലോ, എല്ലാം കൂടെ ചീത്തയാവും. അതാണിപ്പോൾ KSRTC പറ്റിയത്. പിന്നെ മോഷണം, സാമ്പത്തിക അപകരണം, ഇതൊന്നും അനുവദിക്കത്തില്ല. ഒരു തരത്തിലും ആരും തന്നെ ഇതിൽ നിന്നൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം എന്ന് സ്വപ്നം കാണുക പോലും വേണ്ട. അത്ര എനിക്ക് ചെയ്യാൻ പറ്റും, വേറെ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ സ്പെയർ പാർട്സിൻ്റെ കാര്യത്തിലായാലും പർച്ചേസിൻ്റെ കാര്യത്തിലായാലും വളരെ നല്ല ഉദ്യോഗസ്ഥന്മാരാണ്. MD ഒക്കെ വളരെ കൃത്യതയുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ അവരെ ഒരു ബലം പകരുക എന്നുള്ളൊരു മന്ത്രിയുടെ ജോലി. യാതൊരു തരത്തിലും എല്ലാ ഓട്ടകളും അടയ്ക്കും, എല്ലാ ഓട്ടകളും അടയ്ക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അത് വേറെ ആരും നടപടിയും ഉപദ്രവിക്കലും ഒന്നുമല്ല.
ചോരാനുള്ള എല്ലാ വഴികളും നമ്മളടക്കും. ഈ കഴിഞ്ഞ കാലങ്ങളിലെ ഏറ്റവും കൂടുതൽ കണ്ടത് ഈ ഏതെങ്കിലും നടപടിയിലേക്ക് ഒരു വലിയ നിയന്ത്രണത്തിലേക്ക് മുമ്പ് തൊഴിലാളി സംഘടന പ്രതിഷേധത്തിലേക്ക് എത്തുന്നു, സമരങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇല്ല, അതൊക്കെ മാറി. ആ ഒരു അന്തരീക്ഷത്തിൽ ഇനി സമരങ്ങൾ ചെയ്താൽ ഇതിന് പാടേ നശിച്ചു പോത്തേ ഉള്ളൂ. സഹകരിച്ചാൽ ചിലപ്പോൾ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞേക്കും. സഹകരിക്കുന്നതിന് പകരം വാശിയോടെ സമരം ചെയ്യുകയും സർക്കാരിനെ മോശപ്പെടുത്താൻ വേണ്ടി സമരം ചെയ്യുകയും ചെയ്താൽ, അങ്ങനെ രാഷ്ട്രീയ ലാഭത്തോടുകൂടി സമരം ചെയ്താൽ അനുഭവിക്കാൻ പോകുന്നത് തൊഴിലാളികളായിരിക്കും. ഒരിക്കലും അല്ലാതെ വേറെ ആരും അനുഭവിക്കില്ല. യാത്രക്കാരനെ സംബന്ധിച്ച് എന്താ, ഇതില്ലെങ്കിൽ മറ്റൊരു സിസ്റ്റം കടന്നു വരും. ആ സിസ്റ്റത്തെ യാത്രക്കാരെ ആശ്രയിക്കും. നമ്മളെ ജനങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും വണ്ടി കിട്ടിയാൽ ഇന്ന വണ്ടി കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ അതിന് അവസരം ഉണ്ടാക്കരുത്. പ്രൈവറ്റ് ബസ്സുകാരും കോൺട്രാക്റ്റുകാർ ഇവരൊക്കെ ഈ നിലവിലുള്ള പ്രൈവറ്റ് ബസ്സുകാരെ തന്നെ തകർക്കാനൊരു കൂടാനാണ് നടക്കുന്നത്. നിങ്ങൾക്ക് പിന്നീട് ഞാനത് വ്യക്തമാക്കി തരും എങ്ങനെയാണ് എൻ്റെ പരിപാടി എന്ന്. കാരണം വെച്ചാൽ പിന്നെ അദ്ദേഹം ചെയ്ത ഒരു പരിഷ്കാരങ്ങളെ ഞാൻ വെട്ടിക്കുറയ്ക്കുകയൊന്നും ചെയ്യില്ല. അങ്ങനെ ഒരു നമ്മൾ ഒരു ഭരണം എന്ന് പറയുന്നത്, ഒരു മന്ത്രിസഭ എന്ന് പറയുന്നത് പോലും ഒരു തുടർച്ചയാണ്. നമ്മൾ പലപ്പോഴും കേരളം പുറകോട്ട് പോയത് നമുക്ക് തുടർ ഭരണം കിട്ടുന്ന ആദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ്റിന്, ഇടതുപക്ഷ മുന്നണിക്കാണ്. മറ്റേതറിയാം, ഒരു ഗവൺമെൻറ് വന്നു, ആ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളെ അടുത്ത ഗവൺമെൻറ് വന്ന് നേരെ റിവേഴ്സിലേക്ക് കൊണ്ടുപോകാൻ. ഇതിൽ നിന്ന് വ്യത്യസ്തമായി തമിഴ്നാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. തമിഴ്നാട്ടിൽ ജയലളിത മുഖ്യമന്ത്രിയായി ഭരിക്കുമ്പോൾ 10 ഫ്ലൈ ഓവർ പണിതു. അല്ല, അഴിമതി ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും അടുത്ത കരുണാനിധി അധികാരത്തിലെത്തുമ്പോൾ അദ്ദേഹം 16 ഫ്ലൈ ഓവറുകൾ പണി. അതിൽ അഴിമതി ഉണ്ടെന്ന് പിന്നീട് വരുന്ന ജയലളിത സർക്കാർ പറയുമെങ്കിലും അവർ 28 ഓവർ ബ്രിഡ്ജുകൾ പണി. അപ്പം നമ്മളങ്ങനെയല്ല. നമ്മൾ ആര് പണിത് അത് റിവേഴ്സിലേക്ക് പിടിക്കും. നമ്മളൊരു ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന നല്ല കാര്യങ്ങളെ ഇതൊരു തുടർച്ചയാണ്. ഇതിനൊരു സിസ്റ്റം വേണം. KSRTCയെ സംബന്ധിച്ച് വണ്ടി ഓടുന്ന കാര്യത്തിൽ, ഷെഡ്യൂൾ നിശ്ചയിക്കുന്ന കാര്യത്തിൽ, കണത്തിൻ്റെ കാര്യത്തിൽ, കണക്കുകളുടെ കാര്യത്തിൽ, സ്റ്റോക്കിൻ്റെ കാര്യത്തിലൊക്കെ ഒരു പക്ക കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിലേക്ക് ഇതിനെ മാറ്റി മറ്റൊരാൾക്കും പിന്നീട് ഇത് അഴിച്ചു മാറ്റാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു വെട്ടിൽ ഇതിനെ ഇടണം. ഇട്ടാൽ പിന്നെ ഇത് രക്ഷപ്പെടും. അല്ല, അത് നല്ലതാണല്ലോ. കാരണം നമുക്ക് പണം കിട്ടുന്ന ഏത് സാധ്യതയും പരീക്ഷിക്കും. അത് നിയമപരമായ ഏത് സാധ്യതയും, അല്ലാതെ നമ്മൾ പണം കിട്ടാൻ വേണ്ടി നിയമവിരുദ്ധ പ്രവർത്തനം നടത്താറില്ല. നിയമപരമായി ജനങ്ങൾക്ക് നല്ല അവരെ പൾസ് മനസ്സിലാക്കിയിട്ട് അവരുടെ ആവശ്യത്തിന് നമ്മൾ ചെയ്തു കൊടുത്താൽ. പണ്ട് ഞാനൊക്കെ കൊച്ചായിരിക്കുമ്പോൾ കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് KSRTC ബസ് ആൾക്കാർ വാടകയ്ക്ക് എടുക്കണം. ഈ ടൂറിസ്റ്റ് ബസ് എടുക്കുന്ന ലാഭം കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടി KSRTC ബസ്സാണ് ആളുകൾ വാടകയ്ക്ക് എടുക്കുന്നത് കല്യാണത്തിനൊക്കെ പോകാനായിട്ട്. അതുപോലെ ഇല്ല, അങ്ങനെയില്ല. അത് എളുപ്പമല്ല, അത് തൽക്കാലം എളുപ്പമല്ല. പക്ഷേ എന്നാൽ ഈ ചോർച്ചകൾ അടയുമ്പോൾ നിങ്ങൾക്ക് മീഡിയയ്ക്കും തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഒരു വ്യത്യാസം. പിന്നെ ഡീസലിൻ്റെ ഉപഭോഗം കുറച്ചുകൊണ്ട് ഒരു എത്ര ശ്രമിച്ചാലും ഒരു ഡ്രൈവർ വിചാരിച്ചാൽ ഈ പറയുന്ന ഒരു വലിയ ബസ്സിന് 3 കിലോമീറ്റർ കൂടുതൽ കിട്ടാൻ പറ്റത്തില്ല. അവരെ നമ്മൾ ഉപദ്രവിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഡീസൽ കൂടുതൽ മൈലേജ് കിട്ടുന്ന വണ്ടികൾ, ഇലക്ട്രിക്കിൽ പോകാവുന്ന വണ്ടികൾ, അതൊക്കെ നോക്കണം. കാരണം ഇലക്ട്രിക്കൽ വണ്ടി പറയുമ്പോഴത്തേക്കും നല്ലതാണ്, പക്ഷേ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വലുതാണ്. ഡ്യൂറബിലിറ്റിയെ പറ്റി ആരും തെളിയിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ പല പ്രശസ്ത കമ്പനികളും നമ്മൾ ഇത് പറയുന്നുണ്ട്, അവർ ബാറ്ററി വണ്ടികൾ ഇറക്കുന്നുണ്ട്. ഈ ബാറ്ററി വണ്ടികൾക്ക് ഞാൻ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ലോകത്ത് പരിപൂർണമായും വിജയകരമെന്ന് പറഞ്ഞ ഒരു പദ്ധതിയില്ല. അപ്പോൾ 7 വർഷം പഴക്കമാകുമ്പോൾ കമ്പനി പറയുന്നത്, ഞാൻ 7 വർഷം ഞങ്ങൾ നിങ്ങളുടെ ബാറ്ററിക്ക് ഗ്യാരണ്ടി തരാമെന്ന് പറയും. ഈ 7 വർഷം കഴിയുമ്പോൾ വീണ്ടും ബാറ്ററി മാറ്റി വയ്ക്കണമെങ്കിൽ 14 ലക്ഷം രൂപയ്ക്ക് വണ്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് 8 ലക്ഷം രൂപ ബാറ്ററിക്ക് ചിലവാകും. പിന്നെ ഇതിനകത്ത് എന്താണ് വിൽക്കാനുള്ളത്? ഈ ബാറ്ററിയല്ല, പിന്നെ ഒരു മോട്ടറും 4 വീലും അല്ലേ ഉള്ളൂ. എന്തും കിട്ടിയാൽ സന്തോഷമല്ലേ എല്ലാവർക്കും. സിനിമ നടനായിട്ട് എന്തും കിട്ടിയാൽ, സിനിമ കൂടെ കിട്ടിയാൽ സന്തോഷം എന്നല്ലേ പറയും. അത് തരുന്നത് മുന്നണിയല്ലേ, മുഖ്യമന്ത്രിയല്ലേ, നമ്മളല്ലല്ലോ. കൂടുതൽ താല്പര്യമുണ്ട്. കാരണം താങ്കൾ സിനിമാ മന്ത്രിയായി എത്തിയാൽ അവരുടേതായ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളത്. അല്ല, സിനിമാ മന്ത്രിയായിരുന്നതിൽ എനിക്ക് അഭിമാനമുള്ളത് ഒരു കാര്യം നിങ്ങൾക്ക് പരിശോധിക്കാം. സിനിമയുടെ ഏറ്റവും വലിയ കളക്ഷൻ കിട്ടുന്നതും ഏറ്റവും പ്രമുഖ കേന്ദ്രം ആന്ധ്രാപ്രദേശാണ്. അത് കഴിഞ്ഞാൽ തമിഴ്നാടാണ്. സിനിമയിൽ മുഖ്യമന്ത്രിമാർ പോലും സിനിമയിൽ നിന്നാണ് വന്നിരുന്നത്. ഈ തമിഴ്നാട്ടിലും ആന്ധ്രയിലും എയർ കണ്ടീഷൻ ഇല്ലാത്ത, DTS ഇല്ലാത്ത സാധാരണ തിയേറ്ററുകൾ ധാരാളമുണ്ട് ഇപ്പോഴും. പക്ഷെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എല്ലാ തിയേറ്ററുകളും എയർ കണ്ടീഷനാണ്, DTS ആണ്, 4K ആണ്. ഇപ്പം 2Kയിൽ നിന്ന് 4Kയിലേക്ക് മാറി. ഇതെല്ലാം കൊണ്ടുവന്നതിൻ്റെ പുറകിൽ ഞാനുണ്ട് എന്ന് അംഗീകരിക്കാൻ ആർക്കും പറ്റത്തില്ല. അന്ന് ഞാൻ കൊണ്ടുവന്നപ്പോൾ എന്നെ അന്നത്തെ അവരുടെ സംഘടനകൾ പോലും എതിർത്ത ആളുകൾ അവരുടെ സ്വന്തം തിയേറ്റർ തന്നെ നവീകരിക്കുകയും, ഇന്ന് AC യും DTS ഉം 4K ഒക്കെ ഇല്ലാത്ത ഏത് തിയേറ്ററിൽ ആരാണ് കാശ് കൊടുത്ത് സിനിമ കാണാൻ പോകുന്നത്?
50 രൂപ 60 രൂപ ടിക്കറ്റ് കിടന്ന കേരളത്തിലെ ടിക്കറ്റിനെ 600 രൂപ 700 രൂപ കിടന്ന് സിനിമ കാണാൻ പറ്റുന്ന തിയേറ്ററുകളാക്കി മാറ്റിയത് ഞാൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ആരും പറഞ്ഞില്ലെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾ പറയും ഇയാൾ കൊണ്ടുവന്നതാണ് എന്ന് പറയും. ഞാൻ സർക്കാരിൻ്റെ തിയേറ്ററുകൾ മുഴുവൻ നവീകരിച്ചു. അവിടെ ആളുകളെ തിരക്ക് കൂടിയപ്പോൾ മറ്റുള്ളവരും എൻ്റെ തിയേറ്ററിൽ ആൾ വരണമെങ്കിൽ നവീകരിച്ചേ പറ്റുമെന്ന ബോധ്യമുണ്ടായപ്പോൾ എല്ലാവരും അത് ചെയ്തു. നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ എയർ കണ്ടീഷൻ ഇല്ലാത്ത, DTS ഇല്ലാത്ത, ഈ 4K മറ്റും ഇല്ലാത്ത തിയേറ്ററുകളില്ല. അത് നമ്മളൊരു വലിയ നേട്ടമല്ലേ, കേരളത്തിൻ്റെ ഒരു നേട്ടമല്ലേ ഇത്. അപ്പോൾ അതൊരു ഒരു ബിസിനസ് ലാഭകരമാണ് എന്ന് കാണിച്ചു കൊടുത്താൽ അത് ആളുകൾ പിന്തുടരും. ഒരുപാട് സംരംഭകർ വരും, ഒരുപാട് സംരംഭകരെ കൊണ്ടുവരും. അതായത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലും ഈ ഗതാഗത വകുപ്പിലും പുതിയ സംരംഭകരെ, പുതിയ ചെറുപ്പക്കാരെ സംരംഭകരായി കൊണ്ടുവരാനുള്ള പദ്ധതികൾ തയ്യാറാക്കുക. കാരണം നിക്ഷേപം വേണം, തൊഴിൽ വേണം. പത്തനാപുരം മണ്ഡലം അവരെ സംബന്ധിച്ച് അങ്ങയുടെ വോട്ടർമാർക്ക് ഇതൊരു വലിയ ഭാഗ്യമാണ്. 3 തവണ അവരുടെ മണ്ഡലത്തിലൊരു മന്ത്രി ഇപ്പോൾ വീണ്ടും സന്തോഷമുണ്ട്. രാഷ്ട്രീയത്തിനതീതമായി അവർക്കെല്ലാം വളരെ സന്തോഷമാണ്. അവരാണ് എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. 5 തവണ എന്നെ നല്ല ഭൂരിപക്ഷം നൽകി എന്നെ വിജയിപ്പിച്ച അവരാണ് എൻ്റെ ശക്തി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പത്തനാപുരത്തിൻ്റെ പുരോഗതിക്ക് ഈ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ, ഞാനിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രി പത്തനാപുരം താലൂക്ക് ആശുപത്രിക്ക് കല്ലിടും. ആരോഗ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് കല്ലിടിയാണ്. 97 കോടി രൂപയാണ്. ഈ മേഖലയിലെ ഏറ്റവും ചിലവേറിയ ആശുപത്രിയും ഏറ്റവും മനോഹരമായ ആശുപത്രിയുമായിരിക്കും പത്തനാപുരം ആശുപത്രി. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ന്യൂ ബോൺ നഴ്സറി പോലുള്ള സംവിധാനങ്ങളൊന്നും ഈ മേഖലകളില്ല. നമ്മൾ പലപ്പോഴും സ്വകാര്യ ആശുപത്രിയെ ആശ്രയിച്ചാണ് പുനലൂരിൽ നിന്നും കൊട്ടാരക്കരയിൽ നിന്നും പത്തനാപുരത്തുമെല്ലാം പോകുന്ന കുഞ്ഞുങ്ങളുടെ. ആ കാര്യത്തിലൊക്കെ മാറ്റം വരുത്താൻ അത്തരത്തിലുള്ള എല്ലാ പീഡിയാട്രിക് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ആശുപത്രിയായിരിക്കും പത്തനാപുരത്ത് വരാൻ പോകുന്നത്. അത് മുഖ്യമന്ത്രി കല്ലിടും. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.